ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. Lamb that takes away the sins of the world. ആ ലക്ഷ്യത്തോടു കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. With that goal, with that aim, Jesus Christ came down to this world. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അനേകം മിഷൻ ഫീൽഡുകളെ പിതാവായ ദൈവം അവന് വേണ്ടി തുറന്നു. And in order to accomplish that, God opened a lot of mission fields in the lives of Jesus. അവന്റെ മുമ്പിലേക്ക് കുഷ്ഠരോഗികൾ കടന്നു വന്നു. Many lepers were brought in the presence of Jesus. അവന്റെ മുമ്പിലേക്ക് തളർവാദ രോഗികളെ കൊണ്ടുവന്നു. Many people who were deprived, they were brought in the presence of Jesus. ഹല്ലേലൂയ. സ്തോത്രം. അനേകം മിഷൻ ഫീൽഡുകളെ പിതാവായ ദൈവം തുറന്നു. Many mission fields were opened before Jesus. എന്തിനാണെന്ന് അറിയാമോ? Why? തന്റെ ലക്ഷ്യം നിറവേറണം. So that his aim, his goal is accomplished. ഹല്ലേലൂയ. അവസാനം ഒരു മിഷൻ ഫീൽഡ് പിതാവായ ദൈവം കൊടുത്തു. Finally Jesus was given a mission field. എവിടെയാണെന്ന് നമുക്കറിയാം. കാൽവരിയുടെ കുലമരത്തിൽ. Do you know where? It was on the cross of Calvary. കാൽവരിയുടെ കുലമരത്തിൽ അവസാന മിഷൻ ഫീൽഡ് കൊടുത്തു. And that was the last mission field which was given to Jesus on the ഹല്ലേലൂയ. cross. പാപികളുടെ നടുവിൽ നീ ക്രൂശിക്കപ്പെടും. In the midst of sinners, Jesus is supposed to be crucified. ഗെബതയിൽ നീ തകർക്കപ്പെടും. In Gabbatha he will be broken. ഗെത്സമനയിൽ നീ തകർക്കപ്പെടും. In Gethsemane he will be beaten. ഓ കാൽവരിയിൽ നീ തകർക്കപ്പെടും. On Calvary he will be ഹല്ലേലൂയ. crucified. വേദനയേറിയ മിഷൻ ഫീൽഡുകൾ. It is a mission field filled with pain. ഹല്ലേലൂയ. മിഷൻ ഫീൽഡുകൾ മുഴുവൻ പുത്രനായ ദൈവം പൂർത്തിയാക്കി. And in all these mission fields he was able to accomplish what he was assigned. പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, അവന്റെ പേര് എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി. And in Philippians we will be able to read that because he was able to achieve all these things, his name was lifted above all the names. ദൈവമേ, ഈ ദൂതിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. I want to tell you something standing on this scripture. നിന്റെ ജീവിതത്തിലെ വിഷൻ നീ തയ്യാറാക്കാൻ തയ്യാറാണെങ്കിൽ, And if you are able to make a vision for yourself, നിനക്ക് വിഷൻ ഉള്ള വ്യക്തി ജീവിതമാണെങ്കിൽ, if you are a person with a vision, യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ, and if Jesus is there in your life, യേശുവിനെ പ്രസംഗിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, and if you are deciding to preach the word of God, യേശുവിൽ കൂടെ പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, and if you are willing to pray in the name of Jesus, യേശുവിനെ മറ്റുള്ളവരോട് പറയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, and if you are having a desire to preach about Jesus to others, നിനക്ക് വേണ്ടി മിഷൻ ഫീൽഡുകളെ ദൈവം തുറക്കും. God is going to open up those mission fields for you. ചിലപ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം. Sometimes it may be a mission field in your own personal life. ചിലപ്പോൾ നിന്റെ കുടുംബത്തിലായിരിക്കാം. Sometimes it may be a mission in your own family. ചിലപ്പോൾ നിന്റെ തലമുറയിലായിരിക്കാം. Sometimes the mission will be on your children. അത് ചിലപ്പോൾ നിന്റെ ദേശത്തായിരിക്കാം. Sometimes it may be in the town that you are staying. യേശുവിനെ ഉയർത്താൻ നീ തയ്യാറായാൽ, Are you ready to lift up the name of Jesus? നിനക്ക് വേണ്ടി മിഷൻ ഫീൽഡിനെ ദൈവം തുറക്കും. That God is going to open mission fields for you. നിനക്ക് വേണ്ടി അനുഗ്രഹത്തെ ദൈവം തുറക്കും. God is going to open blessings for you. അനുഗ്രഹമായി നിന്റെ ജീവിതത്തിൽ മാറുവാനിടയാ. God is going to be a blessing in your life.